നമസ്കാരം മാഡം. നമ്മൾ ഡിസൈൻ ചെയ്ത പ്ലാന് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പറ്റുന്നത്ര സ്പീഡിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഫ്ലോർ യൂണിറ്റ്സ്, ടാൻഡം ബോക്സ്, 35 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഡ്രോയേഴ്സ്, ഡബിൾ ഡോർ കോർണർ യൂണിറ്റ്, നടുക്ക് ഒരു ഷെൽഫ്, നോർത്ത് സൈഡ് വീണ്ടും പഴയ രീതിയിലോട്ട് തന്നെ ഡിസൈൻ ചെയ്തു. അവിടെ എന്താണ് മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ, ഇത് 40 സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റോറേജ് യൂണിറ്റ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. നേരത്തെ വിക്കർ ബാസ്ക്കറ്റ് ഈ സൈഡിലായിരുന്നു, ഇതിപ്പോൾ ഞാൻ സ്റ്റോറേജ് അവിടെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. വേസ്റ്റ് ബിന്ന് നമ്മുടെ റൗണ്ട് ടൈപ്പ് വേസ്റ്റ് ബിന്ന്. ഡിറ്റർജൻറ്റ് റാക്ക് കയറി കഴിയുമ്പോൾ ഈ വാട്ടർ പ്യൂരിഫയറിൻ്റെ യൂണിറ്റ് ഡോർ അടച്ചു കഴിയുമ്പം വാട്ടർ പ്യൂരിഫയറിൻ്റെ യൂണിറ്റിനെ അത് ഡിസ്റ്റർബ് ചെയ്ത്, വാട്ടർ പ്യൂരിഫയർ യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ പൈപ്പിൻ്റെ കണക്ഷൻ ഉണ്ടാകുന്നത്. അതാണ് ഒരു 5 സെൻറ്റിമീറ്റർ അവിടെയും വിട്ടു. ഡിറ്റർജൻറ്റ് റാക്ക് അടച്ചു കഴിയുമ്പം അത് ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ ഇത് നേരെ അല്ലാതെ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. അതേപോലെ തന്നെ വേസ്റ്റ് ബിന്ന് വെച്ചു. ഈ ഇൻലെറ്റിൻ്റെ പൊസിഷൻ മാറും, ഈ പൊസിഷൻ മാറും. ഇതിനകത്ത് വേണ്ട, ഈ താഴെ നമുക്ക് ഇങ്ങനെ 2 ഔട്ട്ലെറ്റ് ആണുള്ളത്, 2 ഔട്ട്ലെറ്റ്. അപ്പം ഇനി ഡിറ്റർജൻറ്റ് ഈ സിങ്ക് മാക്സിമം നമ്മൾ റൈറ്റിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ റൈറ്റിലോട്ട് പോകത്തില്ല, കാരണം വേണ്ട, സിങ്കിൻ്റേത് ഇവിടെ ഒരു സ്റ്റിഫ്നർ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ സ്റ്റിഫ്നർ എല്ലാം കട്ട് ചെയ്യണം. കട്ട് ചെയ്താൽ തന്നെ ഇത് അതിൽ കൂടുതൽ, അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തെ യൂണിറ്റിലോട്ട് പോയി കടന്നു കയറി നിൽക്കും. അപ്പോൾ അത് മൊത്തം നമ്മൾ വൃത്തികേടാവും. ഇത് ഈ ക്യാബിനകത്ത് തന്നെ മാക്സിമം. അപ്പം ഇത് ഈ പ്ലംബറിനോട് ചോദിച്ചിട്ട് ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അപ്പം അത് ഞാൻ പ്ലംബറുമായിട്ട് സംസാരിച്ച് അത് ഞാൻ വേണ്ട രീതിയിൽ അത് ചെയ്യിപ്പിച്ചോളാം. 1000 mm ആക്കി സിങ്കിൻ്റെ യൂണിറ്റ്. ഈ ബിന്ന് വന്നത് കാരണം അതിൻ്റെ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് സ്ഥലത്തിനുണ്ടല്ലോ. ആ സ്ഥലത്തിൽ ഇത് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കിയത്. അപ്പം ബിന്ന് വന്നത് കാരണം വലിയ അഡ്വാൻറ്റേജ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഈ യൂണിറ്റ് 1000 ആക്കിയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ താഴെ ഇരുന്ന് മേള് വരെയാണ് വേസ്റ്റ് ടൈല് താഴെ ഇരുന്ന് ഈ ലിൻഡലിൻ്റെ ഹൈറ്റ് വരെയാണ് ടൈൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അത് മാറ്റിയിട്ട് ഈ യൂണിറ്റ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ യൂണിറ്റ്സിൻ്റെ ഇവിടെ നിന്ന്, അതായത് ഗ്രാനൈറ്റിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ ടൈൽ ഒട്ടിക്കുന്നു. അപ്പം അവിടെ നമുക്കൊരു മാർജിൻ 2 സെൻറ്റിമീറ്റർ കിട്ടും. ആ 2 സെൻറ്റിമീറ്ററും കൂടെ വെച്ച് സ്പേസർ ഒന്നും വരുത്താതെ ഇതിൻ്റെ 45 എന്നുള്ളത് 40 ആക്കി, ഇത് 1000 ആക്കി. അതായത് ഈ ഡബിൾ ഡോർ കോർണർ യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഡബിൾ ഡോർ കോർണർ യൂണിറ്റ് കഴിഞ്ഞാൽ 1000ൻ്റെ സിങ്ക് യൂണിറ്റ്, റൗണ്ട് വേസ്റ്റ് ബിന്ന്, ഡിറ്റർജൻറ്റ് റാക്ക്, വാട്ടർ പ്യൂരിഫയർ, 36x18 മാക്സിമം സിംഗിൾ ബൗളിൻ്റെ മാക്സിമം വലിപ്പമാണ് ഇട്ടിരിക്കുന്നത്, 36x18. അത് കഴിഞ്ഞാൽ 40 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് യൂണിറ്റ്, പിന്നെ വിക്കർ ബാസ്ക്കറ്റ്, സിംഗിൾ ഡോറ് കോർണർ യൂണിറ്റ് 1000 mm. തുറന്നു കഴിഞ്ഞാൽ 40 സെൻറ്റിമീറ്റർ ആയിരിക്കും ഡോറ്, ഉള്ളിലോട്ട് ഒരു 60 സെൻറ്റിമീറ്ററും കൂടെ ഉണ്ട്. പിന്നെ ഈസ്റ്റ് സൈഡ് 35 സെൻറ്റിമീറ്റേഴ്സിൻ്റെ 2 ടാൻഡം ബോക്സ്,
17 സെൻറ്റിമീറ്ററിൻ്റെ ടാൻഡം, 52 സെൻറ്റിമീറ്റർ ഷട്ടർ ഹൈറ്റ് വരുന്ന ടാൻഡം, 2D പുള്ളൗട്ട്, ഒരു സ്പേസർ. വോൾ യൂണിറ്റ് വരുമ്പോൾ വോൾ യൂണിറ്റ് 90 സെൻറ്റിമീറ്റർ യൂണിറ്റ്, 60 സെൻറ്റിമീറ്ററിൻ്റെ ആണ് വിഡ്ത്ത്. ഇത് 60. ഇത് ഫ്ലാറ്റ് ഡോർ പോലെ ഉള്ളതാക്കാം. ഫ്ലാറ്റ് ഡോർ ആക്കിയാൽ കുറച്ച് പ്രൈസ് കൂടും. പ്രൈസ് കൂടുന്നത് മാത്രമല്ലാതെ അതിനകത്ത് ഒരു മേളിലോട്ട് പൊങ്ങി നിൽക്കും. ഒരു ഫ്ലാറ്റ് ഡോർ ആക്കണമെങ്കിൽ ഫ്ലാറ്റ് ഡോർ ആക്കാം. ഇതിനാകുമ്പോൾ കുറച്ചും കൂടി എക്കണോമിക്കലാണ്. പിന്നെ നോർത്ത് സൈഡിലോട്ട് GTPT യൂണിറ്റ് 90 സെൻറ്റിമീറ്റർ, 90 സെൻറ്റിമീറ്റർ. ഇത് ഹൈറ്റ് കുറയുമ്പോൾ ഉള്ള പ്രശ്നം, ഇത് ഈ ഏരിയ തീരെ ചെറുതായി പോകും. ഒരു ഇവിടെയാണല്ലോ നമ്മൾ കൂടുതൽ ഈ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഈ വെസ്റ്റ് സൈഡിൽ ഇത് ഈ ഗ്യാപ്പിൽ ഇത്രയും പോലെ ചെറുതായി പോകും. അല്ലെങ്കിൽ പിന്നെ ഈ യൂണിറ്റ് മേളോട്ട് പൊക്കണം. പൊക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മേൽവശം കൈകാര്യം ചെയ്യാൻ ഒരു ലോഫ്റ്റിലോട്ട് കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പം ഇവിടെ നമ്മൾ ശരിക്കും ഇപ്പം എന്നാ ചെയ്തതെന്ന് പറഞ്ഞാൽ 1000 യൂണിറ്റ് തന്നെ കൊണ്ടുവന്നു. ഇത് 45 സെൻറ്റിമീറ്റർ എന്നുള്ളത് 40 ആക്കി. അതേപോലെ തന്നെ ഭിത്തിയിൽ ഒരു 2 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ഇത് മാറ്റിയിട്ട് ഭിത്തിയിൽ ഭിത്തിയിൽ നിന്ന് തന്നെ ടൈൽസ് താഴെ നിന്നല്ലാത്ത രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തു. ഇതിനകത്തൊരു ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട ഡീലർ പോയിന്റ് ഇരുന്ന് സൂക്ഷിക്കേണ്ട ഇത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിയുമ്പം 400 സെൻറ്റിമീറ്റർ ഈ മൂല മുതൽ ഈ മൂല വരെ, ഈ റൈറ്റ് സൈഡിലെ മൂല വരെ, അതായത് ഈ ഭിത്തി നമുക്ക് 40 സെൻറ്റിമീറ്റർ കിട്ടണം. 400 സെൻറ്റിമീറ്റർ കിട്ടണം. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ 400 സെൻറ്റിമീറ്റർ കിട്ടണം. അപ്പം അത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഡീലർ പോയിന്റ് ഇരുന്ന് ഞാൻ ശ്രദ്ധിക്കേണ്ട. ഞാനത് ആ രീതിയിൽ വെച്ചാണ് ഇത് എടുത്തിരിക്കുന്നത്. കാരണം ഈ 1 സെൻറ്റിമീറ്റർ മതി യൂണിറ്റുകൾ കയറാതിരിക്കാൻ വേണ്ടി. അപ്പം അതിന് നമ്മളൊരു മാർജിൻ വിട്ടിട്ടാണ് പൊതുവെ ഡിസൈൻ ചെയ്യുന്നത്. ഈ റിനോവേഷൻ പ്രോജക്റ്റിനകത്തൊക്കെ വരുമ്പോൾ ഇപ്പം നമ്മുടെ ഭിത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലത്തെ ഭിത്തി കുറച്ച് ഈ പൊളച്ചിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്താണ് ഈ ഗ്യാപ്പ് വിടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു കൺസ്ട്രെയിൻ കാരണം സ്പേസർ ഇല്ലാതെ ആ 400 സെൻറ്റിമീറ്ററിനകത്ത് കറക്റ്റായിട്ട് കൊണ്ടുവരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിനകത്തുള്ള മെയിൻ വ്യത്യാസം. ഓക്കെ മാഡം, താങ്ക് യു. അപ്പം ഇതിനകത്ത് ഈ സിങ്കിനകത്ത് നമുക്ക് നേരെ ഈ സിങ്കിൻ്റെ ഇത് കുറച്ച് ഇങ്ങോട്ട് മാറണം. അപ്പം ടൈൽസിൽ ചെറുതായിട്ട് ഇവിടുത്തെ ഈ ടൈല് മാത്രം ഒന്ന് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ അത് മറിഞ്ഞു പോകുന്ന സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വേണ്ട രീതിയിൽ ഇലക്ട്രീഷ്യനോട് പറഞ്ഞ് അത് ചിലവില്ലാത്ത രീതിയിൽ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഈ പറഞ്ഞ പോലെ അവരുമായിട്ട് സംസാരിച്ച് വേണ്ടത് ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.